ഹലോ എവരിബഡി, ഞാനൊരു ചില്ലി ചിക്കനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 500, 550, 600 എന്ന് പറയാം, അത്രയും ചെറിയ ഇത് ബോൺലെസ് ആണ് കേട്ടോ. ഇതിന് എല്ലൊന്നും ഇല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി നല്ല വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ, ഇത് നമ്മൾ ഒരു ബാറ്റർ ഉണ്ടാക്കി ഇത് അതിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ആ ബാറ്റർ ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. 2 മുട്ട, ഒരു ചെറിയ കപ്പ് കോൺഫ്ലോർ, അത്രയും തന്നെ മൈദാമാവ്, മൈദ, കോൺഫ്ലവർ, കോഴിമുട്ട. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും നമ്മുടെ ആവശ്യാനുസരണം. ഇത് കുരുമുളക് പൊടിയാണ്, ഉപ്പുമുണ്ട്. ഇതിൽ വെച്ച് നമ്മൾ ഇതിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴാണ് എടുക്കുന്നത്. എടുത്തിട്ടത് ഫ്രൈ ചെയ്യും. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ ക്യാപ്സിക്കം ഉണ്ട്, 2 സവോളയുണ്ട്, ഒരു 3 പോട് വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളകും. ഇതിൽ ചേർക്കാനുള്ള സോസുകളാണ്. ഇത് റെഡ് ചില്ലി സോസ്, സോയ സോസ്, ഇത് നമ്മുടെ ടൊമാറ്റോ സോസ്. മുട്ട 2 പൊട്ടിച്ചൊടിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കി എടുക്കുക. ഇതിലോട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട്, ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഉപ്പ്, കുരുമുളക് പൊടി ഒക്കെ നിങ്ങൾ അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക. എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 or 2 ചേർക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ കോൺഫ്ലവറും മൈദയും ഇട്ട് ഇളക്കി ഒരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഈ ബാറ്ററൊക്കെ ഉണ്ടാക്കി അതിലോട്ട് നമ്മൾ ഈ ചിക്കൻ പീസസൊക്കെ നല്ലപോലെ സോക്ക് ചെയ്ത് നല്ല ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മൾ മാരിനേറ്റ് ചെയ്ത പോലെ തന്നെ ഇരിക്കണം. അല്ലാതെ വെള്ളമൊന്നും ചേർക്കുന്നില്ലെങ്കിലും ആ 2 മുട്ടയുടെ ആ ഇതിൽ മുഴുവൻ കോൺഫ്ലവറും മൈദയും ചേർത്ത് നമ്മൾ ഓരോ കപ്പാണ് എടുത്ത്, ഓരോ ചെറിയ കപ്പ് അത് കണ്ടോ നല്ലപോലെ നല്ല ഇതായിട്ട് വയ്ക്കുകയാണ്. ഇത് നമ്മൾ ഒരു 1/2 മണിക്കൂർ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിൽ ചേർക്കാനുള്ള സോസൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ സോയ സോസ് ഇതുപോലൊരു സ്പൂണിൽ 1 സ്പൂൺ സോയ സോസ്. ഇത് നമ്മുടെ റെഡ് ചില്ലി സോസാണ്. റെഡ് ചില്ലി സോസ് ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ സോസ് ചേർക്കണേ. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ നേരം അധികം എരിവ് വേണ്ടെങ്കിൽ 1 സ്പൂൺ മതി. ഇതിപ്പോൾ ഞാൻ 2 സ്പൂൺ ചേർക്കുകയാണ്. ഇനി നമുക്ക് ടൊമാറ്റോ സോസും 1 സ്പൂൺ. അപ്പോൾ 1 സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ട് സോയ സോസ് എടുത്തു, 2 സ്പൂൺ റെഡ് ചില്ലി എടുത്തു, 1 സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തു. ഇത് ഞാൻ തിളപ്പിച്ചറിയ വെള്ളമാണിത്. കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഏകദേശം 1/2 മണിക്കൂറായി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാനിതിന് റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാലഡ് ഓയിലോ എന്തെങ്കിലും വേറെ വെളിച്ചെണ്ണ എടുക്കാറില്ല സാധാരണ. എണ്ണ ചൂടായിട്ടുണ്ട്.
നമ്മൾ ഇത് പിന്നെ സ്പൂണൊക്കെ കൊണ്ടിട്ടാൽ എല്ലാം തമ്മി പിടിച്ചു വരും. അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് കൈ കൊണ്ടാണ് ഇടുന്നത്. ഇപ്പം തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിത് 2-3 പ്രാവശ്യമായിട്ടേ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു വശം ബ്രൗൺ കളർ ഈ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ഇതിനെ മറിച്ചിടുക. എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടാണിത് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ചിക്കൻ എല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഗോൾഡൻ ബ്രൗൺ ആകണം എല്ലാം. ഈ സമയത്ത് നിങ്ങൾ സൂക്ഷിച്ചോണം. കുഞ്ഞുങ്ങളൊക്കെ എടുത്തുണ്ടെങ്കിൽ മിക്കവാറും ഇത് കാലിയാക്കും. എൻ്റെ മക്കളൊക്കെ ഇത് എടുത്തെടുത്ത് തിന്നുമായിരുന്നു. ഇപ്പോൾ ഒരു മോൻ പിന്നെ ഈ പാത്രത്തിൽ ഇത് വറുത്ത ആ എണ്ണ ഒരുപാട് എണ്ണയുണ്ട്. അപ്പോൾ അത് കുറച്ച് മാറ്റിയിട്ട് ഒരു സ്വല്പം ഇത്തിരി മതി. ഈ സവോളയൊക്കെ നമുക്കൊന്ന് ക്യാപ്സിക്കും സവോളയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കവും സവോളയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് ഫ്രൈ ആയി നല്ലപോലെ. അധികം ബ്രൗൺ കളർ വരണ്ട. ഈ കുറച്ചൊരു ഗ്രീനിഷും ഇതൊക്കെ ആയിട്ട് കിടന്നാൽ മതി. ഇനി നമ്മളിതിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇടും. നമ്മളിവിടെ സോസൊക്കെ കുറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഒഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കുക. മതിയായില്ലെങ്കിൽ നമുക്ക് കൂടുതൽ സോസ് ചേർക്കേണ്ടി വരും ചിലപ്പോൾ. ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ ഈ സോസും 1 സ്പൂൺ സോയ സോസും ടൊമാറ്റോ സോസും കൂടെ ആയിരുന്നു. അത് നമ്മളിതിലിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ടേസ്റ്റ് നോക്കാം. ഇനിയിപ്പോൾ ഈ സോസ് നമ്മളിവിടെ നേരത്തെ ഇത്തിരി സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. നിങ്ങൾ ഡ്രൈ ചില്ലി ചിക്കൻ മതിയെങ്കിൽ ഈ പാകത്തിന് ശരിയാണ്. ഇത് വളരെ ഇതായിട്ടെല്ലാം വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ഇതാണ്. പക്ഷെ കുറച്ചൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സോസൊക്കെ കലക്കി വെച്ചിരുന്ന ആ പാത്രത്തിൽ ഞാൻ കുറച്ച് തിളപ്പിച്ച ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് എന്നിട്ടത് ഇതിലോട്ട് ഒഴിക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി സോസും കൂടെ ചേർക്കാം. ഉപ്പുമൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പോൾ ഇത് കുറച്ചൊരു ഗ്രേവി ഉള്ളതുപോലെ ആയി. ഇതാ നമ്മുടെ ചില്ലി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചില്ലി ചിക്കനാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാകും ഇത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യണം, കമൻസ് ഒക്കെ തരണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.